എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മലബാറിലെ ഇഷ്ട വിഭവമായ ഏലാഞ്ചിയുടെ റെസിപ്പിയാണ്. വളരെ രുചികരവും എന്നാൽ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നതുമായ ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് മഞ്ഞൾപ്പൊടി, 2 അഞ്ച് ശർക്കര പൊടിച്ചതും കുറച്ച് തേങ്ങ തിരികിയത്, ഇതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ജീരകം, നമുക്കൊരു കപ്പിനകത്ത് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതും ചേർത്താലും മതി. ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ മൈദപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇതിനൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പലഹാരത്തിന് ഒരു മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ അതിന് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഈ ഒരു പരുവത്തിനാണ് നമ്മൾക്ക് മാവ് കിട്ടേണ്ടത്. ഇതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നല്ല ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര ഇഷ്ടമില്ലാത്തവരെ അതിന് പകരം പഞ്ചസാര എടുത്താലും മതി. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാന് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു ദോശയുടെ പരുവത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ കേട്ടോ. എന്നാലേ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഈ ചാനലിലെ മുൻപത്തെ വീഡിയോസ് കാണണമെന്ന് ഇഷ്ടമുള്ള ആൾക്കാരെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ദോശ ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ദോശയുടെ 2 വശവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് വെച്ച് കൊടുക്കാം. ചിലയിടങ്ങളിലൊക്കെ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് മുട്ടയും അരിപ്പൊടിയും ഒക്കെ ചേർക്കാറുണ്ട്. ഞാനിവിടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഫില്ലിങ് വെച്ചതിന് ശേഷം ദോശ 2 വശത്തു നിന്നും നടുവിലേക്കായിട്ട് മടക്കി കൊടുക്കാം. ഈ പലഹാരമൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നവരുണ്ടായിരിക്കാം. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലേ അവർക്കും കൂടി ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യണത്. മധുരമുള്ള പലഹാരമായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഉണ്ടാക്കാനാണെങ്കിൽ അധികം സമയം വേണ്ട. ഫില്ലിങ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ മടക്കി കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. ഉണ്ടാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എടുത്ത് കഴിക്കാനും വളരെ എളുപ്പമായിരിക്കും. അപ്പം നമ്മുടെ ആദ്യത്തെ ഏലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾക്ക് അടുത്തതും കൂടി ഉണ്ടാക്കിയെടുക്കാം. മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ കൂടുതൽ ടേസ്റ്റ് മൈദപ്പൊടിയിൽ ഉണ്ടാക്കുമ്പോഴാണ്. കാലാവസ്ഥയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പം? നല്ല തണുപ്പല്ലേ? ഇവിടെ രാവിലെ എണീക്കാൻ തന്നെ മടിയാണ് മോൾക്കൊക്കെ, സ്കൂളിൽ പോകാനും മറ്റും. ഇപ്പം പിന്നെ പരീക്ഷ ആയതോടെ നേരത്തെ എണീക്കേണ്ട നിവൃത്തിയില്ലല്ലോ. രാവിലെയും രാത്രിയൊക്കെ തണുപ്പാണെങ്കിലും ഉച്ചയ്ക്ക് വെയിലിന് നല്ല ചൂടുണ്ടല്ലേ. ഈ ഒരു പലഹാരേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം സ്നാക്സ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഈ വൈകുന്നേരത്തെ തണുപ്പത്തെ ഇതുപോലൊരു ഏലാഞ്ചിയും കട്ടൻ ചായയും ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഏലാഞ്ചിയും കട്ടൻ ചായയെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതും കൂടി റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അധികം തണുക്കാതെ ഇളം ചൂടോടെ തന്നെ ഇത് കഴിക്കുന്നതാണ് നല്ലത്. ബാക്കി മുഴുവൻ ഏലാഞ്ചിയും ഞാനിതവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഏട്ടനും ഞാനും മക്കളും എല്ലാവരും കൂടി ചായ കുടിക്കട്ടെ കേട്ടോ. നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുകയും ചെയ്യണേ. പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.